Hi, this is Anil. Again, welcome back to our online class platform. Hello everyone. Last day we had completed a lesson, My Sister's Shoes, that was a screenplay written by Majid Majidi, the Iranian filmmaker. We had done all the activities on the last video class. Today we are dealing the lesson Blowing the Wind, and it is a song. Actually deals the themes of war, peace and freedom. And it has been described as the protest song, and the poem or the song includes rhetorical questions. And the writer of the song is Bob Dylan, one of the songwriter from America. So without wasting any moment, we can move to the chapter. Let's roll on. About the author, Bob Dylan, born May 24th, 1941, is an American singer, songwriter, artist and writer. ബോബ് ഡിലൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ ജനിക്കുന്നത് 1941 മെയ് 24-നാണ്. അമേരിക്കയിലായിരുന്നു ജനനം. അദ്ദേഹം ഒരു സിംഗറാണ്, ഒരു പാട്ടുകാരനാണ്, അതുപോലെ തന്നെ പാട്ടെഴുത്തുകാരനാണ്, അതുപോലെ ഒരു ആർട്ടിസ്റ്റും എഴുത്തുകാരനുമാണ്. ഹിസ് ഏർലി സോങ്സ് സച്ച് ആസ് ബ്ലോയിങ് ദ വിൻഡ് ആൻഡ് ദ ടൈംസ് ദേ ആർ എ ചേഞ്ചിങ് became anthems for the American civil rights and anti-war movements. സോ അദ്ദേഹത്തിൻ്റെ ബ്ലോയിങ് ദ വിൻഡ് എന്ന് പറയുന്ന പാട്ടുകളും അതുപോലെ ദ ടൈംസ് ദേ ആർ ചേഞ്ചിങ് എന്ന് പറയുന്ന പാട്ടുകളുമൊക്കെ ഒരു കാലത്ത് അമേരിക്കയുടെ മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെയും അതുപോലെ തന്നെ യുദ്ധങ്ങൾക്കെതിരെയുള്ള മൂവ്മെൻറ്റുകളുടെയും ഒക്കെ ആന്തമായിരുന്നു. ഹിസ് mid-1960s recordings backed by rock musicians climbed the heights of the United States music chart. 1960-കളിൽ ബോബ് ഡിലൻ്റെ സംഗീതം എന്ന് പറയുന്നത് അമേരിക്കയെ തന്നെ മാറ്റിമറിച്ച, അല്ലെങ്കിൽ അമേരിക്കയുടെ സംഗീത ലോകത്ത് തന്നെ ഒരു വലിയൊരു ഹിറ്റുകൾ സൃഷ്ടിച്ച ഒരു എഴുത്തുകാരൻ, അല്ലെങ്കിൽ ഒരു പാട്ടെഴുത്തുകാരൻ, അല്ലെങ്കിൽ പാട്ടുകാരനായിരുന്നു ബോബ് ഡിലൻ. He won the Nobel Prize in Literature for his contributions to the music in 2016. 2016 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അത് കിട്ടിയിരിക്കുന്നത് സാഹിത്യത്തിനാണ്. അദ്ദേഹം സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്കായിട്ടാണ് ആ ഒരു നൊബേൽ പ്രൈസ് അദ്ദേഹത്തിന് സമ്മാനിച്ചിരുന്നത്. So this is all about our writer. I hope you guys understood about the writer Bob Dylan, and we are moving into the first stanza of our poetry or the song. First stanza: how many roads must a man walk down before you call him a man? How many seas must a white dove sail before she sleeps in the sand? Yes, and how many times must the cannonballs fly before they are forever banned? The answer, my friend, is blowing in the wind. The answer is blowing in the wind. കവിത തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഈ കവിതയിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ കവിതയിലെ ഓരോ വരികളും ഓരോ റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്? എവ്രി വൺ നോസ് ദി ആൻസർ ആൻഡ് നോ ആൻസർ ഈസ് എക്സ്പെക്റ്റഡ്. എല്ലാവർക്കും മറുപടി അറിയാവുന്ന, എന്നാൽ ആരുടെയും മറുപടി പ്രതീക്ഷിക്കാത്ത ഒരു ആശയത്തെ പ്രകടിപ്പിക്കുന്ന രീതിയാണ് റിറ്റോറിക്കൽ എന്ന് പറയുന്നത്. സോ ഈ കവിതയിൽ ഏകദേശം 9 റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് 3 സ്റ്റാൻസകളിലായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ആദ്യ സ്റ്റാൻസയിലെ 3 റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ ബിഫോർ യു കോൾ ഹിം എ മാൻ? ആശയം എന്ന് പറയുന്നത് how much a man must suffer or experience in life before he is recognized as a human being. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചാൽ, അതുമല്ലെങ്കിൽ എത്ര അനുഭവങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരു മനുഷ്യനെ മനുഷ്യനായി നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി പോകുന്നത്. How many seas must a white dove sail before she sleeps in the sand? ഈ വരികളുടെ ആശയം, where can a white dove find a peaceful piece of land in this world for her to sleep peacefully? ഈ ലോകത്ത്
ഇവിടെ വൈറ്റ് ഡവ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അത് സമാധാനത്തിൻ്റെ ഒരു സിമ്പലാണ് അല്ലേ. ഒരു വെള്ളരിപ്രാവ് എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ ഒരു സിമ്പലാണ്. ഒരു വെള്ളരിപ്രാവിന് അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ സിമ്പലായ ഒരു വൈറ്റ് ഡവ് എത്ര ദൂരം താണ്ടിയാലാണ് അവയ്ക്ക് ഒന്ന് തല ചായ്ച്ചുറങ്ങാൻ, സമാധാനത്തോടെ ഒന്ന് തല ചായ്ച്ചുറങ്ങാനുള്ള സമാധാനപൂർവമായ ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടി കഴിയുക എന്ന ചോദ്യമാണ് രണ്ടാമത് കവി നമ്മളോട് ചോദിക്കുന്നത്. യെസ്, and how many times must the cannonballs fly before they are forever banned? ഈ വരികളുടെ ആശയം എന്ന് പറയുന്നത് when are actually the ban on weapons and the end of wars going to be realized? എപ്പോഴാണ് യുദ്ധങ്ങൾ മതിയെന്നും ആ യുദ്ധങ്ങൾക്ക് കാരണമായ ഓരോ ആയുധങ്ങളും വേണ്ട എന്ന തീരുമാനവും അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവും മനുഷ്യനുണ്ടാകുന്നത് എന്നതാണ് മൂന്നാമത്തെ ചോദ്യമായി കവി ഇവിടെ ചോദിക്കുന്നത്. ഈ ആദ്യത്തെ സ്റ്റാൻസയിൽ പല വാക്കുകളും ഒരു സിംബോളിക്കായ രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് ഉള്ള ഉദാഹരണങ്ങളാണ് റോഡ്സ് എന്ന് പറയുന്ന വാക്ക്. റോഡ്സ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഇവിടെ നൽകിയിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് എക്സ്പീരിയൻസസ് ഓർ സഫറിങ്സ് എന്നുള്ളതാണ്. രണ്ടാമത് വൈറ്റ് ഡവ് എന്ന് പറയുന്ന വാക്കാണ്. വൈറ്റ് ഡവ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, ഇത് ഒരു സിംബോളിക്കായി നമ്മൾ സമാധാനത്തെ കാണിക്കാനാണ്. മൂന്നാമതായി കാനൺ ബോൾസ് എന്ന് പറയുന്ന ഒരു വാക്ക് നൽകിയിട്ടുണ്ട്. കാനൺ ബോൾസ് എന്ന് പറയുന്നത് യുദ്ധത്തെയും അതുപോലെ തന്നെ വയലൻസിനെയും കാണിക്കുന്ന സിംബൽ അല്ലെങ്കിൽ സിംബോളിസമായിട്ടാണ് ആ വാക്കുകളെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള സിംബോളിക് ആയിട്ടുള്ള ഉപയോഗങ്ങൾ കൊണ്ടും 3 റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് കൊണ്ടും നിറഞ്ഞതാണ് ആദ്യത്തെ ബോബ് ഡിലൻ്റെ ഈ ഒരു സോങ്ങിലെ ആദ്യത്തെ സ്റ്റാൻസ എന്ന് പറയുന്നത്. സോ ഇതിന് മറുപടി അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവും അദ്ദേഹം തന്നെ പറയുന്നു. The answer, my friend, is blowing in the wind. The answer is blowing in the wind. അദ്ദേഹം പറയുന്നത് answer to all these questions are known to all as they are blowing in the wind. People need only the open their eyes and ears to catch them. അദ്ദേഹം പറയുന്നത് നമുക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമൊക്കെ നമ്മളുടെ ഉള്ളിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കണ്ണും കാതും ഒന്ന് കൂർപ്പിച്ചാൽ മാത്രം മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു തിരിച്ചറിവിലേക്കാണ് എത്തേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ സ്റ്റാൻസ അദ്ദേഹം നിർത്തുന്നത്. സെക്കൻഡ് സ്റ്റാൻസ. Yes, and how many years can a mountain exist before it is washed to the sea? Yes, and how many years can some people exist before they are allowed to be free? Yes, and how many times can a man turn his head and pretend that he just doesn't see? The answer, my friend, is blowing in the wind. The answer is blowing in the wind. ഈ രണ്ടാമത്തെ സ്റ്റാൻസയിലും കവി കുറേ ചോദ്യങ്ങൾ തന്നെയാണ് നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത്. യെസ്, ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ മൗണ്ടൻ എക്സിസ്റ്റ് ബിഫോർ ഇറ്റ് ഈസ് വാഷ്ഡ് ടു ദ സീ? ഈ പറയുന്ന വരികളുടെ അർത്ഥം എന്ന് പറയുന്നത് ഹൗ ലോങ് ക്യാൻ ദ മൈറ്റി ഡിക്റ്റേറ്റേഴ്സ് exist in front of the powerful seas of the protest of the oppressed people. ഇവിടെ ഒരു സിംബോളിസം ഉണ്ട്. മൗണ്ടൻ എന്ന് പറയുന്ന ആ വാക്ക് ഒരു സിംബോളിക് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദ പവർ ഓഫ് ഒപ്രസീവ് റൂളേഴ്സ്, സ്വേച്ഛാധിപതികളെ കാണിക്കുന്ന ഒരു വാക്കാണ് മൗണ്ടൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു വരിയിലുള്ള മറ്റൊരു വാക്കാണ് സീ, സമുദ്രം എന്നുള്ളത്. ഈ സമുദ്രം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ, സ്വേച്ഛാധിപതികൾക്കെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ പോരാടുന്ന ജനങ്ങളെ കാണിക്കുന്ന വാക്കാണ് സീ എന്ന് പറയുന്ന ആ ഒരു സിംബോളിക് ആയിട്ടുള്ള വാക്ക്. സോ ഇവിടെ പറയുന്ന കാര്യം ഇതാണ്, എത്ര കാലം ഈ സ്വേച്ഛാധിപതികൾക്ക് സാധാരണ ജനങ്ങളുടെ പ്രതിഷേധങ്ങൾക്കെതിരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയും? അല്ലെങ്കിൽ ഒരു കടൽ പോലെ അല്ലെങ്കിൽ ഒരു സമുദ്രം പോലെ ആർത്തിരമ്പുന്ന ജനങ്ങളുടെ പ്രതിഷേധത്തിന് മുൻപിൽ ഒരു മൗണ്ടൻ അല്ലെങ്കിൽ ഒരു സ്വേച്ഛാധിപതിക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയുമെന്ന ചോദ്യമാണ് ആദ്യം അദ്ദേഹം ഈ ഒരു സ്റ്റാൻസയിൽ തുടക്കത്തിൽ തന്നെ നമ്മളോട് ചോദിക്കുന്നത്. യെസ്, ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ സം പീപ്പിൾ എക്സിസ്റ്റ് ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ഇത്രയുമാണ്, how long can the people of the country be kept in the slavery before they are allowed to be free? എത്ര കാലം ഒരു രാജ്യത്തിലെ ജനങ്ങളെ സ്ലേവറി, അടിമത്തത്തിൻ്റെ കീഴിൽ നിലനിർത്താൻ വേണ്ടി സ്വേച്ഛാധിപതികൾക്ക് എത്ര കാലം തൻ്റെ ജനങ്ങളെ അടിമകളാക്കി വെക്കാൻ വേണ്ടി കഴിയും? അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് മുമ്പ് എത്ര കാലം അവരെ അടിമകളാക്കി നിർത്താൻ വേണ്ടി കഴിയുമെന്ന ചോദ്യമാണ് രണ്ടാമത് അദ്ദേഹം ചോദിക്കുന്നത്.
And third one, yes, and how many times can a man turn his head and pretend that he just doesn't see? How long can a man, the oppressive rulers and the oppressed people, turn away his head from realities and pretend to be deaf, dumb and blind? ഇവിടെ മാൻ എന്നുദ്ദേശിക്കുന്നത് സ്വേച്ഛാധിപതികളെയും അതുപോലെ തന്നെ ആ സ്വേച്ഛാധിപതികളുടെ അടിമകളായി ജീവിക്കുന്ന സാധാരണ ജനങ്ങളെയുമാണ്. ആൻഡ് ടേൺ അവേ ഹിസ് ഹെഡ് ഫ്രം റിയാലിറ്റീസ്. എത്ര കാലം ഈ സ്വേച്ഛാധിപതികൾക്കും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾക്കും ഈ റിയാലിറ്റിയിൽ, യാഥാർത്ഥ്യത്തിൽ നിന്ന് മുഖം തിരിച്ചു പിടിക്കാനാവും? എത്ര കാലം അവർക്ക് ഞാനൊന്നും കണ്ടില്ല, കേട്ടില്ല, എനിക്കൊന്നും പറയാനില്ല എന്ന രീതിയിൽ ജീവിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് ഈ കവി അല്ലെങ്കിൽ നമ്മളുടെ ബോബ് ഡിലൻ ഇവിടെ ഉന്നയിക്കുന്നത്. സോ ഈ സ്റ്റാൻസയിലും 3 ചോദ്യങ്ങൾ, റിറ്റോറിക്കൽ 3 ചോദ്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ഈ കവിതയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാൻസയിലൂടെ നമ്മളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇവിടെ 2 സിംബോളിസംസ് ഉണ്ട്. മൗണ്ടൻ ആൻഡ് സീ എന്ന് പറയുന്ന 2 സിംബോളിസംസും ഈ ഒരു സ്റ്റാൻസയിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന് ഉത്തരവും അദ്ദേഹം പറയുന്നു, ദ ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. Answer to all the questions are known to all as they are blowing in the wind. People need only open their eyes and ears to catch. നമ്മളുടെ ചുറ്റും തന്നെ അതിൻ്റെ ഉത്തരങ്ങളുണ്ട്. നമ്മളൊന്ന് കൺ തുറന്നു നോക്കിയാൽ, നമ്മളൊന്ന് ചെവി കൂർപ്പിച്ചു നോക്കിയാൽ ആ ഒരു ഉത്തരങ്ങൾ നമുക്ക് മുൻപിലേക്ക്, ജനങ്ങൾക്ക് മുൻപിലേക്ക് കിട്ടുമെന്നാണ് അവസാനം ആ ഒരു റിഫ്രെയിനിലൂടെ അദ്ദേഹം പറയുന്നത്. The third stanza. Yes, and how many times must a man look up before he can see the sky? Yes, and how many ears must one man have before he can hear people cry? Yes, and how many deaths will it take till he knows that too many people have died? The answer, my friend, is blowing in the wind. The answer is blowing in the wind. ഈ പാട്ടിൻ്റെ അവസാനത്തെ സ്റ്റാൻസയിലും അദ്ദേഹം 3 ചോദ്യങ്ങളാണ് മുന്നിലേക്ക് വെക്കുന്നത്. യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് എ മാൻ ലുക്ക് അപ്പ് ബിഫോർ ഹി ക്യാൻ സീ ദ സ്കൈ. എത്ര പ്രാവശ്യം മുകളിലേക്ക് നോക്കിയാലാണ് ആകാശം ഒരു മനുഷ്യന് കാണാൻ കഴിയുക? ഇവിടെ സ്കൈ എന്ന് പറയുന്നത് മറ്റൊരു സിംബോളിക് ആയിട്ടുള്ള പ്രതീകമാണ്. ദ അൺലിമിറ്റഡ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തെ കാണിക്കുന്നു. വെൻ ആർ പീപ്പിൾ ഗോയിങ് ടു റിയലൈസ് ദ വാല്യൂ ഓഫ് ഫ്രീഡം? എപ്പോഴാണ് ജനങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വില മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹം ആദ്യത്തെ ആ 2 വരികളിലൂടെ നമ്മളോട് ചോദിക്കുന്നത്. ആൻഡ് യെസ്, ആൻഡ് ഹൗ മെനി ഇയേഴ്സ് മസ്റ്റ് വൺ മാൻ ഹാവ് ബിഫോർ ഹി ക്യാൻ ഹിയർ പീപ്പിൾ ക്രൈ? ഒരു മനുഷ്യന് എത്ര കാതുകൾ വേണം മനുഷ്യന്മാരുടെ കരച്ചിലുകൾ കേൾക്കാൻ? വൈ ഡു ദ പീപ്പിൾ ഇഗ്നോർ ദ ക്രൈ ഓഫ് ഹിസ് ഫെലോ ബീയിങ്സ് ഹൂ ആർ ടോർച്ചേർഡ് ആൻഡ് സഫറിംഗ് ഇൻ ലൈഫ്? അദ്ദേഹം ചോദിക്കുന്ന കാര്യം ഇതാണ്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ നമ്മളുടെ സഹജീവികളുടെ ആ ദീനരോദനം കേൾക്കാൻ ഒരു മനുഷ്യന് എത്ര കാതുകൾ വേണം? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ദീനരോദനങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള ദീനരോദനങ്ങൾ നമ്മൾ കേട്ടില്ല എന്ന് നടിക്കുന്നത്? യെസ്, ആൻഡ് ഹൗ മെനി ഡെത്ത്സ് വിൽ ഇറ്റ് ടേക്ക് ടിൽ ഹി നോസ് ദാറ്റ് ടു മെനി പീപ്പിൾ ഹാവ് ഡൈഡ്? എത്ര മരണങ്ങൾ കണ്ടാലാണ് ഇവിടെ കുറേ മരണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന സത്യം നമ്മൾ തിരിച്ചറിയുന്നത്? How many people should die before the rulers and ruled realize that too many have died? ഇവിടെ ഭരണം നടത്തുന്ന ആൾക്കാർ തിരിച്ചറിയാൻ വേണ്ടി പോകുന്നത് ഇവിടെ എത്ര മരണങ്ങൾ സംഭവിച്ചാലാണ് ഇവിടെ ഇങ്ങനെ രക്തച്ചൊരിച്ചിലുകളുടെ ആവശ്യമില്ല എന്ന സത്യം, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ പേർ നമുക്ക് ചുറ്റും മരിച്ചു പോകുന്നുണ്ട് എന്ന സത്യം അവർ തിരിച്ചറിയാൻ വേണ്ടി പോകുന്നത്. When there are authorities going to take measures to prevent bloodshed and killing? എപ്പോഴാണ് സ്വയം തിരിച്ചറിഞ്ഞ് ഇവിടെ യുദ്ധങ്ങളുടെ ആവശ്യമില്ല എന്ന്, അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിലുകളും കൊലപാതകങ്ങളും ആവശ്യമില്ല എന്ന സത്യം നമ്മളുടെ ജനങ്ങൾ, ഇവിടെയുള്ള ഭരണ നേതാക്കന്മാർ തിരിച്ചറിയാൻ വേണ്ടി പോകുന്നത് എന്ന ചോദ്യമാണ് ഈ സ്റ്റാൻസയുടെ അല്ലെങ്കിൽ 3ാമത്തെ സ്റ്റാൻസയിൽ അവസാനമായിട്ട് അദ്ദേഹം ചോദിക്കുന്നത്. The answer, my friend, is blowing in the wind. The answer is blowing in the wind. ഇതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് ചുറ്റും തന്നെയുണ്ടെന്ന് കവി വീണ്ടും ആവർത്തിച്ച് ഇവിടെ പറയുന്നു. ഈ കവിതയിൽ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ കവിത എന്ന് പറയുന്നത്. 9 ചോദ്യങ്ങളാണ് 3 സ്റ്റാൻസകളിലായി നമ്മളോട് ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ കുറേ സിംബോളിസങ്ങൾ കൊണ്ട്, പ്രതീകങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു കവിത കൂടെയാണ് ഇത്. മൗണ്ടൻ എന്ന, റോഡ് എന്ന, സീ എന്ന ഇങ്ങനെയുള്ള പല വാക്കുകളും
സിംബോളിക്കായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കവിതയിൽ റിഫ്രെയിൻ തുടർച്ചയായി അല്ലെങ്കിൽ ഓരോ ഇടവേളകളിലും ആവർത്തിച്ചു വരുന്ന വരികളായിരുന്നു ബ്ലോയിങ് ദ ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന ആ ഒരു വരികൾ. അത് റിഫ്രെയിൻസുകളാണ്. അതുപോലെ തന്നെ ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊന്നാണ് അലിട്രേഷൻ എന്ന് പറയുന്ന ആ പോയറ്റിക് ഡിവൈസ്. ഈ കവിതയുടെ ഓപ്പണിംഗ് ലൈനിൽ തന്നെ മ് എന്ന് പറയുന്ന സൗണ്ടും അതുപോലെ തന്നെ മൂന്നാമത്തെ വരികളിൽ എസ് എന്ന് പറയുന്ന സൗണ്ട്, സ് എന്ന് പറയുന്ന സൗണ്ടൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിലൂടെയൊക്കെ അലിട്രേഷൻ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ്, റിഫ്രെയിൻ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ് കവി വായനക്കാരൻ്റെ മുന്നിൽ വരച്ചു കാണിച്ചു തരുന്നുണ്ട്. I hope you guys understood today's video lesson, and it's very easy to understand. Some kind of a poetic devices and some kind of a symbolisms are used in this song, but very easy to understand. So I hope that you guys understood what the poet trying to say to the readers. Dear students, I hope that you guys understood whatever the things we just explained in the last class, like in the period of time.